രാവിലെ തന്നെ വൈജയന്തി 2 ഗ്ലാസ് ചായയുമായിട്ട് വരികയാണ്. ഒരെണ്ണം ബാലചന്ദ്രന് കൊടുക്കുന്നുണ്ട്. ബാലചന്ദ്രൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അലീന എന്തെന്ന് ചോദിക്കുകയാണ്. എന്തിനാ എന്ന് ചോദിക്കുകയാണ് വൈജയന്തി. അല്ല, സാധാരണ അവളാണ് പതിവായിട്ട് ചായ കൊണ്ടുവന്ന് തരാറ് എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ, അതെന്താ അവളുടെ കൈ കൊണ്ട് കിട്ടിയാലേ കുടിക്കത്തുള്ളൂ, അതിന് ഇത്തിരി രുചിങ്ങാനും കൂടുതലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു കോപ്രായം കാട്ടിയുള്ള ചിരി ചിരിക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഒരു കോപ്രായ ചിരി ചിരിക്കുന്നത് ഒരുമാതിരി എന്നൊക്കെ പറയുമ്പോൾ, ഒരു വഷളൻ ചോദ്യത്തിന്, വിഡ്ഢി ചോദ്യത്തിന് ഇതുപോലെയുള്ള ചിരിയൊക്കെയാണ് നല്ലത് എന്ന് പറയാണ്. അതിനുശേഷം പത്രം വായിക്കുമ്പോൾ അതിൽ സെർവൻസിന് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പരസ്യം കാണുകയാണ്. ശമ്പളത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പത്രത്തിൽ പരസ്യം ഉണ്ടായിരുന്നു, അത് വായിക്കുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വേണമെങ്കിൽ ഇത് കുറിച്ച് വെച്ചോ, നിനക്ക് ഉപകാരപ്പെടും എന്ന് പറയാട്ടോ വൈജയോട്. നമുക്കെന്തായാലും ഒരു സെർവൻറ്റിനെ വേണമല്ലോ, നീ ഒന്ന് കുറിച്ച് വെച്ചോന്ന് പറയുമ്പോൾ ചോദിക്കുന്നുണ്ട് വൈജ, ആര് പറഞ്ഞു വേണമെന്ന്? അല്ല, നീ അലീനയെ പിരിച്ചുവിടാൻ പോവല്ലേ എന്ന് ചോദിക്കുകയാണ്. ആര് പറഞ്ഞു പിരിച്ചുവിടാൻ പോവുകയാണെന്ന്? അല്ല, നീ ഇന്നലെ പറഞ്ഞല്ലോ അലീനയെ പിരിച്ചുവിടാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട്, ഇന്ന് ഞാനിപ്പോൾ ആരെയും പിരിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയണം. അതെന്താ, ഇന്ന് നേരം വെളുത്തപ്പോൾ നയം മാറിയെന്ന് ചോദിക്കുമ്പോഴാണ് വൈജ ഇങ്ങനെ പറയുന്നത്, ഇന്ന് ഞാൻ എന്തായാലും ആരെയും പിരിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നില്ല, നാളത്തെ കാര്യം നാളെ പറയാമെന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. ഓ, ഇതിൻ്റെ പേരാണോ അടവ് നയം എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അതെ, എനിക്ക് മാത്രമല്ലേ അവളെ പിടിക്കാത്തതുള്ളൂ, ബാക്കി എല്ലാവർക്കും അവൾ കണ്ണിലുണ്ണിയാണല്ലോ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എടി ഈ കണ്ണിലുണ്ണിയാവുക എന്ന് പറയുന്നതേ ഒരു ദോഷം മറിച്ചിടുന്നത് പോലെ അത്ര എളുപ്പമല്ല, സ്നേഹവും ദയയും കരുണയും ഒക്കെ ഉണ്ടാവണം എന്നൊക്കെ പറയണം ബാലചന്ദ്രൻ. അന്നേരം വൈജ പറയുന്നുണ്ട്, എന്നാലേ നമുക്കൊരു കാര്യം ചെയ്യാം, അവളൊരു പുണ്യവതിയല്ലേ, അവളെ എടുത്ത് നമുക്കൊരു ചില്ലുകൂട്ടിലേക്ക് അങ്ങോട്ട് എടുത്തു വെക്കാം, എന്നിട്ട് എന്നും പോയി ഒരു മെഴുകുതിരി കത്തിക്കാം, എന്തേ എന്ന് ചോദിക്കുകയാണ് വൈജ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതെ, നിനക്കൊരു കാര്യം അറിയോ വൈജയെ, നമ്മൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ മറ്റുള്ളവരും അത് ചെയ്യുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനായിട്ട് നമ്മൾ നോക്കുക. അതല്ലെങ്കിലേ നമ്മൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അത് മറ്റുള്ളവരും ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവരിൽ ആ തെറ്റ് ആരോപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു മനസ്സുകൊണ്ട്, ആ തെറ്റ് ചെയ്തവർക്ക് കിട്ടുന്നൊരു മനസ്സുകൊണ്ട് എന്ന് പറയണം. അതാണ് നീ അപ്പോൾ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ അങ്ങനെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നല്ലേ ബാലചന്ദ്രൻ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല നീ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ എന്നെ ഉദ്ദേശിച്ചല്ലേ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് വൈജയ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വൈജയ് ഒരു കാര്യമുണ്ട്, ഒരു തെരുവ് വേശ്യ ചാരിത്ര പ്രസംഗം നടത്തുന്നു എന്ന് നീ കേട്ടിട്ടില്ലേ, അത് ശരി തന്നെയാണ്, അവർ ചെയ്യുന്ന തെറ്റുകൾ മറച്ചു വെച്ചുകൊണ്ട് അവർ പുണ്യവതി ആവാനായിട്ട് നോക്കുന്ന അത് ശരിയായിട്ടുള്ള ഒരു സൈക്കോളജി തന്നെയാണെന്ന് ബാലചന്ദ്രൻ പറയട്ടോ. അപ്പോൾ വൈജ പറയുന്നുണ്ട്, എന്നെ ഉദ്ദേശിച്ചല്ലേ ബാലചന്ദ്രൻ ഇതൊക്കെ പറയുന്നത്, അല്ലാതെ പാലാമറ്റത്തുള്ള ത്രേസ്യാമ്മയെക്കുറിച്ചല്ലല്ലോ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വൈജയ് നിന്നെ പ്രസവിച്ച് വീണപ്പോൾ മുതൽ, പൊടിക്കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ, പൊക്കിൾ കൂടി മുറിയാത്ത ആ സമയം മുതൽ നിന്നെ കാണാൻ തുടങ്ങിയതാണ് ഞാൻ. നിന്നെ കാണാതെ അറിയാതെ പോയ 3 വർഷങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ളൂ, അത് നീ ആഗ്രയിൽ പോയ 3 വർഷങ്ങളാണെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ വൈജ ആകെ ഷോക്കായി പോവാണേ. ആകെ ഷോക്കായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വൈജ. ബാലചന്ദ്രൻ്റെ വായിൽ നിന്ന് അത് കേട്ടതും ഒരു ആഗ്രഹം, വേറൊന്നും പറയാനില്ല എന്ന് വളരെ ദേഷ്യത്തോടെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. നിനക്കെന്താ ഇത്ര ധൃതി എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. പഴംപുരാണം പറഞ്ഞിരിക്കാനേ എനിക്ക് നേരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈജ 2 കപ്പ് എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. ബാലചന്ദ്രൻ ആകെ സംശയിച്ച് ഇങ്ങനെ വൈജ പോയിടത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രോഹിത്തിനെയാണ്. എന്താടാ നീ കാലത്തന്നെ വിളിക്കുന്നതെന്ന് ഹരി ചോദിക്കുമ്പോൾ, എടാ ഒരു അത്ഭുതം സംഭവിച്ചു എന്ന് പറയണേ. എന്താ അത്ഭുതം എന്ന് ചോദിക്കുകയാണ് ഹരി കേട്ടോ. റൂബി എന്നോട് മിണ്ടി എന്ന് പറയണേ. റൂബി മിണ്ടിയെന്നോ, അതിപ്പോൾ എന്താ ഇത്ര സർപ്രൈസ് ആയിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഹരി. അതല്ലടാ, അവൾ എന്നോട് മിണ്ടി, അവൾ ഇനി എവിടെ വേണേലും വരാമെന്ന് പറഞ്ഞു. എവിടെ വേണേലും വരാമെന്ന് പറഞ്ഞു? അതേടാ പറഞ്ഞു, വീട്ടിലേക്കില്ല വേറെ എങ്ങോട്ട് വേണേലും വരാമെന്ന് പറഞ്ഞു എന്ന് പറയാണ് രോഹിത്. എടാ എന്നാലേ ശരണ്യെ കൂടി വിളിക്കാം, അവളും കൂടി വന്നോട്ടെ. അതെന്തിനാട്ടാ ശരണ്യെ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ലടാ ഈ പെമ്പിള്ളേർക്ക് ഒറ്റയ്ക്കാകുമ്പോൾ ഒരു പേടിയാണ്, ഒരാളും കൂടെ കൂട്ടിനുണ്ടെന്ന് കേൾക്കുമ്പോഴേ അവർക്കൊരു ധൈര്യമായിരിക്കും എന്ന് പറയണം. എന്നാൽ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് രോഹിത് പറയുന്നത് എടാ ഇവിടെ വേറൊരു സംഭവം കൂടി ഉണ്ടായെന്ന് പറയണം. എന്താ ഉണ്ടായെന്ന് ചോദിക്കുന്ന സമയത്താണ് രഞ്ജിനി ഹരിയുടെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ രോഹിത് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഹരി ഫോൺ ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ രഞ്ജിനി പറയുന്നുണ്ട്, ഹരിയേട്ടാ എൻ്റെ ഫോൺ ഒന്ന് റീചാർജ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുകയാണ്. എനിക്കൊന്നും പറ്റത്തില്ല, നീ അമ്മയോട് പോയി പറയാമെന്ന് പറയുമ്പോൾ, പ്ലീസ് ഒന്ന് റീചാർജ് ചെയ്താൽ ഹരിയേട്ടാ എന്ന് പറയുമ്പോൾ, നീ ഭയങ്കര ഫ്രോഡാണ്, നീ അച്ഛൻ്റെ അടുത്തുനിന്നും അമ്മയുടെ അടുത്തുനിന്നും മനോട്ടൻ്റെ അടുത്തു നിന്നൊക്കെ കാശ് മേടിക്കും, എന്നിട്ട് കൂട്ടുകാരുടെ കൂടെ പോയിട്ട് പിസയും ബർഗറും അതും ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കും. നീ എന്നെ ഒന്നും ഓർക്കാറൊന്നുമില്ലല്ലോ, നീ ഭയങ്കര ഫ്രോഡാണ്, ഹരിയേട്ടനെ പറ്റുമെന്ന് റീചാർജ് ചെയ്ത് താന്ന് പറയുമ്പോൾ, എനിക്ക് പറ്റത്തില്ല, നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് രഞ്ജിനി ഓടിക്കുകയാണ്. രഞ്ജിനി പിണങ്ങി കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് പറയടാ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് ഹരി.
അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, എടാ മുത്തശ്ശി പിന്നെയും വീണടാ എന്ന് പറയാണ്. അതെന്ത് പറ്റി? അത് മുത്തശ്ശി വീണു, തനിയെ നടക്കാൻ നോക്കിയതാണ്, വീണു, പിന്നെ ഇപ്പോൾ എല്ലിന് പൊട്ടലൊക്കെ ഉണ്ട്, ഇപ്പോൾ ബെൽറ്റൊക്കെ ഇട്ട് കിടക്കുകയാണ് എന്ന് പറയണം. അപ്പോൾ ഹരി ചോദിക്കുന്നുണ്ട്, അതിനർത്ഥം അലീന കുറച്ച് നാൾ കൂടി വീട്ടിലുണ്ടാകും എന്നല്ലേ? അതെ, ഉണ്ടാകും. ഇനി എന്താണെങ്കിലും അവളെ പറഞ്ഞേക്കാൻ മുത്തശ്ശി ഉടനെ ഒന്നും സമ്മതിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് ഇവിടെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടത്താനായിട്ട് ഒരുപാട് സമയമുണ്ടല്ലേ? ഇഷ്ടം പോലെ സമയമുണ്ടെന്ന് രോഹിത് പറയണേ. എന്നാൽ ഞാനൊരു ഡേറ്റ് പറയാം, നീ റെഡി അല്ലേന്ന് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴേ റെഡിയാണ് എന്ന് പറയണം. എന്നാൽ നമുക്ക് ഉടനെ തന്നെ അത് പ്ലാൻ ചെയ്യണം എന്ന് പറയണ ഹരി. എന്നാൽ ഞാൻ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രോഹിത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രേവതിക്കുട്ടി ജോമോൻ്റെ റൂം പരിശോധിക്കുന്നതാണ്. അങ്ങനെ അലമാരി തുറക്കുമ്പോൾ അതിനകത്ത് ഒരു ഷെൽഫിൽ നിന്ന് ഒരുപാട് ഡയറി കിട്ടുക കേട്ടോ. അപ്പോൾ ഒരു ലോക്കറിൽ നിന്ന് ഒരുപാട് ഡയറി കിട്ടുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, 2019 ജോമോൻ ചേട്ടൻ ആക്സിഡൻ്റ് ആയിട്ട് മരിക്കുന്നതെന്ന് ഓർത്തിട്ട് ആ സമയത്തുള്ള ഡയറി എടുക്കുകയാണ്. അങ്ങനെ അതെടുത്തിട്ട് വായിക്കുമ്പോൾ ആകെ ഷോക്കാവണം. അമ്പടെ കള്ള, റിസോർട്ടിലൊക്കെ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടല്ലേ എന്നിങ്ങനെ പറയാട്ടോ. പിന്നീട് കാണിക്കുന്നത് ഗ്രേസമ്മ ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ഡയറിയും കൊണ്ട് രേവതിക്കുട്ടി അങ്ങോട്ടേക്ക് വരികയാണ്. ഇത് കണ്ടോന്ന് ചോദിക്കണം. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് ജോമോൻ ചേട്ടൻ്റെ ഡയറി എന്ന് പറയണം. നീ എന്തിനാ അതൊക്കെ എടുത്തത്? മറ്റൊരാളുടെ ഡയറി എടുക്കുന്നത് മോശമല്ലേ എന്ന് പറയുമ്പോൾ, അതല്ല, ഇതിലൊരു കാര്യമുണ്ട്. എന്താണ്? അവർ ഭയങ്കര പ്രേമമായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ അവർ പ്രേമമായതുകൊണ്ടല്ലേ ഞങ്ങൾ കല്യാണം കഴിപ്പിക്കാമെന്ന് തീരുമാനിച്ച് എൻഗേജ്മെൻ്റ് ഒക്കെ നടത്തിയത്. അത് നീ പറഞ്ഞിട്ട് വേണോ എനിക്ക് അറിയാൻ എന്ന് ചോദിക്കുകയാണ്. അതല്ല, ഇതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. എന്ത്? നീ അതെന്തിനാ അതൊക്കെ എടുത്തത്? അത് എടുത്തെടുത്ത് തന്നെ കൊണ്ടുപോയി വച്ചേക്കെന്ന് പറയണേ ഗ്രേസമ്മ. അതെല്ലാം ഒരു അർജൻറ്റ് കാര്യമുണ്ട്, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണ്? അവർ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട് ഹോട്ടലിൽ എന്ന് പറയണേ. എന്ന് ചോദിക്കുകയാണ്. ആകെ ഷോക്കാവുക കേട്ടോ ഗ്രേസമ്മ. അത് എവിടെയെന്ന് ചോദിക്കുകയാണ്. കുമരകത്ത് ഒരു റിസോർട്ടിൽ അവർ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവമേ എന്ന് പറയണേ ഗ്രേസമ്മ. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി ഉണ്ടെന്ന് പറയണേ. എന്ത് കാര്യം? ഷെറിൻ ചേച്ചി പ്രഗ്നൻ്റ് ആണോ എന്നൊരു സംശയമുണ്ട്. ആർക്ക്? അയ്യോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ആകെ ഞെട്ടി എഴുന്നേറ്റ് പോവാട്ടോ ഗ്രേസമ്മ. നിന്നോട് ഇതാര് പറഞ്ഞു? ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് അവൾ പ്രഗ്നൻ്റ് ആയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ഒരു ഡൗട്ടാണ്. ഇതിലിങ്ങനെ അങ്ങനെ ഒരു ഡൗട്ട് എഴുതിയിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇത് തുറന്നു നോക്കണം. ഞാൻ കുറേ ചാർജിലിട്ട് നോക്കി, ഓപ്പൺ ആവണില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മൊബൈൽ ഫോൺ എടുത്ത് കൊടുക്കുകയാണ് ജോമോൻ്റെ. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, അവൾ പ്രഗ്നൻ്റ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? അപ്പോൾ രേവതിക്കുട്ടി പറയണം, ഒന്നുകിൽ നശിപ്പിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പ്രസവിച്ചിട്ടുണ്ടാകും എന്ന് പറയുമ്പോൾ, കല്യാണം കഴിക്കാതെ ഒരു പെണ്ണ് എങ്ങനെയാണ് പ്രസവിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ ഞാൻ അങ്ങനെയല്ലേ ഉണ്ടായത്, പിന്നെ അലീന ചേച്ചി അങ്ങനെയല്ലേ ഉണ്ടായത്, ചിന്നുമോളൊക്കെ അങ്ങനെയല്ലേ എന്ന് പറയണം. എന്നാലും ഇതൊക്കെ എങ്ങനെ അറിയാൻ പറ്റും എന്ന് ചോദിക്കുകയാണ് ഗ്രേസമ്മ. അപ്പോൾ പറയുന്നുണ്ട്, ഈ ഫോൺ ഒന്ന് ചാർജ് ചെയ്ത് നോക്കിയാൽ എല്ലാം അറിയാൻ പറ്റുമെന്ന് പറയുകയാണ് രേവതിക്കുട്ടി. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, നീ പറയുന്നത് ജോമോൻ്റെ കുഞ്ഞ് ഷെറിൻ്റെ വയറ്റിലുണ്ടായിരുന്നു എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ, രേവതിക്കുട്ടി പറയുന്നത് ഉറപ്പില്ല, ഇതൊന്ന് തുറന്നു നോക്കണം, എന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. എടി, അപ്പോൾ അവർ ആ കുഞ്ഞിനെ നശിപ്പിച്ച് കാണത്തില്ലേന്ന് ചോദിക്കുമ്പോൾ, 80% അഥവാ ഉണ്ടെങ്കിൽ തന്നെ നശിപ്പിച്ച് കാണത്തില്ലേന്ന് ചോദിക്കുകയാണ്. 80% അതിനാണ് സാധ്യത എന്ന് പറയണം. എൻ്റെ ദൈവമേ, ഇങ്ങനെ ഇപ്പോൾ ഇതൊക്കെ അറിയാൻ പറ്റുക? നമുക്ക് ഈ ഫോണ് ഇന്ന് തന്നെ റിപ്പയറിങ്ങിന് കൊടുക്കാം എന്ന് പറയണേ ഗ്രേസമ്മ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അതന്നെ ഇന്ന് തന്നെ കൊടുക്കണം എന്ന് പറയുമ്പോൾ, ജോസൂട്ടിയുടെ കയ്യിൽ കൊടുത്തു വിടാമെന്ന് പറയുമ്പോൾ, വേണ്ട, നമ്മൾ തന്നെ പോകണം, കാര്യമായിട്ട് അവരോട് പറയണം, ഇതിലെ ഡാറ്റാസ് ഒന്നും കളയരുത്, ബാറ്ററി മാത്രം ചേഞ്ച് ചെയ്താൽ മതി എന്ന് പറയണം. എന്നാലും നീ വേഗം പോയിട്ടൊന്ന് റെഡി ആവുക എന്ന് പറയണം. അങ്ങനെ രേവതിക്കുട്ടി പെട്ടെന്ന് മുകളിലേക്ക് പോവാണ്. ഓ ജീസസ്, എൻ്റെ ജോമോൻ്റെ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ വികാരഭരിതയായിട്ട് നിൽക്കുകയാണ് ഗ്രേസമ്മ. പിന്നീട് കാണിക്കുന്നത് ഒരു പെൺകുട്ടി ഓട്ടോയിൽ വന്നിറങ്ങുന്നത് കേട്ടോ. എന്നിട്ട് റൂം നമ്പറും വീടൊക്കെ ഇതല്ലേ എന്ന് ആ ഓട്ടോറിക്ഷയിൽ വന്ന ചേച്ചിയോട്, ഓട്ടോ ഡ്രൈവറായിട്ട് നല്ല ചേച്ചിയോട് ചോദിക്കുന്നത്. അപ്പോൾ ഇതന്നെയാണെന്ന് പറയണം. അങ്ങനെ ആ പെൺകുട്ടി കോളിംഗ് ബെൽ അടിക്കുമ്പോൾ അകത്ത് മനുവിൻ്റെ റൂമാട്ടോ, മനു താമസിക്കുന്ന, റെൻറ്റിന് താമസിക്കുന്ന റൂമിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വന്നത് എന്തായാലും അനന്യയാണെന്ന് ഉറപ്പിക്കാം. അപ്പോൾ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ മനു ആണെങ്കിൽ കുറച്ച് വാഷ് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ബക്കറ്റിലാക്കിയിരുന്നു. ആ സമയത്താണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. മനു ചെന്ന് ഡോറ് തുറക്കുമ്പോൾ അനന്യയെ കണ്ട് ആകെ ഷോക്കായോ എന്ന് ചോദിക്കുമ്പോൾ, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ് മനു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു, നിന്നെ കാണണമെന്ന് തോന്നി ഇങ്ങോട്ട് വന്നു, അങ്ങനെ തള്ളി കയറി റൂമിലേക്ക് അകത്തേക്ക് കയറി കേട്ടോ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? ഞാൻ ലൊക്കേഷനൊന്നും വിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, റൂം നമ്പറും സ്ഥലമൊക്കെ നീ പറഞ്ഞിരുന്നല്ലോ, അത് വെച്ചിട്ട് വന്നതാണ് എന്ന് പറയണം. നിന്നെ ഞാൻ ഇവിടെ എവിടെ ഇരുത്തുക എന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്ക് ഇരിക്കൊന്നും വേണ്ട, നമുക്ക് വീട്ടിൽ പോകാം, നീ ഇന്ന് വീട്ടിൽ പോകണില്ലേ എന്ന് ചോദിക്കുമ്പോൾ, പോകണം, എനിക്ക് കുറച്ച് അലക്കാനൊക്കെ ഉണ്ട്, ഞാനൊരു 11 മണി കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയാട്ടോ. അതൊന്നും സാരമില്ല, നീ അലക്കാനുള്ളതൊക്കെ എടുത്തോ, നമുക്ക് കൊല്ലപ്പള്ളിയിൽ കൊണ്ടുപോയിട്ട് അലക്കാം, നിൻ്റെ കൂടെ ആകുമ്പോൾ എനിക്ക് അവിടെ രാമപുരത്ത് ഇറങ്ങിയാൽ മതിയല്ലോ എന്ന് പറയാണ് അനന്യ.
അപ്പോൾ പറയുന്നുണ്ട് ഞാൻ രാവിലെ ചായ പോലും കുടിച്ചില്ല എന്ന് പറയുമ്പോൾ ഞാനും കുടിച്ചില്ല, നമുക്ക് പോണ വഴി കുടിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം മനു ഇങ്ങനെ അവളെ ഇരുത്താനായിട്ട് സ്ഥലം നോക്കുമ്പോൾ അവൻ്റെ അണ്ടർവെയറൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നത് കാണുകയാണ്. പെട്ടെന്ന് ഒരു ചമ്മൽ കാരണം അതിൻ്റെ മുകളിലേക്ക് വേറൊരു ടീഷർട്ട് എടുത്തിടുകയാണ്. ഇതൊക്കെ അനന്യ കണ്ട് ചിരിക്കുന്നുണ്ട്. എന്നിട്ടൊരു ട്രോളി ബാഗ് മാറ്റിയിട്ട് ഇവിടെ ഇരുന്നു എന്ന് പറയണം. ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് മനു അകത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് റൂമിൽ കിടക്കുന്ന റൂംമേറ്റ് ഉണ്ട്, എടാ മാത്ത എഴുന്നേക്കട, ഒരു പെങ്കൊച്ച് വന്നേക്കുന്നു എന്ന് പറയണം. ഞാൻ സൗണ്ട് കേട്ടു, ഞാൻ എന്താ റൂമിൽ നിന്ന് മാറി തരണമെന്ന് ചോദിക്കുമ്പോൾ ഏട്ടാ പോടാ, അതല്ലട്ടാ പോത്തെ എഴുന്നേക്ക് എന്ന് പറയണം. മനു ആരോടെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അനന്യ അങ്ങോട്ടേക്ക് വരും കേട്ടോ. ഏട്ടാ ഒന്ന് മൂടി പോച്ച് കിടക്കണം, ആ പെങ്കൊച്ച് കാണൂടാ എന്ന് പറയുമ്പോൾ മാത്തം പെട്ടെന്ന് പുതപ്പെടുത്തിട്ട് മൂടി പോയിക്കുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ റൂംമേറ്റാണെന്ന് പറയാണ് മനു. അപ്പോൾ ഈ റൂമൊക്കെ കൂടി നോക്കുമ്പോൾ അനന്യ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഒട്ടും ഡിസിപ്ലിൻ ഇല്ല അല്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയണം. ഞങ്ങൾ എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുത്തേക്കാണ്, ഫ്രീഡം കൊടുത്തേക്കാണ്, എന്ത് സാധനത്തിന് എവിടെ വേണമെങ്കിലും കിടക്കാമെന്ന് പറയണം മനു. നിങ്ങൾ ഈ ബാച്ചിലേഴ്സിൻ്റെ റൂമൊക്കെ ഇങ്ങനെയൊക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഏറെക്കുറെ അങ്ങനെയാണ്, നീ ഇവിടെ നിന്ന് വല്ലാണ്ട് ചുറ്റി കറങ്ങണ്ട, വാ അങ്ങോട്ടേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അനന്യയും കൂട്ടിയിട്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് മനു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കൂടെ കാറിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അതിലുള്ള സാധനങ്ങളൊക്കെ പോകുമോ എന്ന് വളരെ ടെൻഷനോട് കൂടിയിട്ട് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ അതിനല്ലേ നമ്മൾ മെമ്മറി കാർഡ് വാങ്ങിച്ചു കൊടുത്തേക്കുന്നത്, അതിലുള്ള ഡാറ്റാസൊക്കെ മെമ്മറി കാർഡിലേക്ക് ആക്കാൻ എന്ന് രേവതിക്കുട്ടി പറയാം കേട്ടോ. നിനക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ നീ ഇതൊക്കെ പഠിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആൻറ്റിയല്ലേ എനിക്ക് പറഞ്ഞു തന്നത് കുറേ കാര്യങ്ങൾ, പിന്നെ അങ്കിളും പറഞ്ഞു തന്നു, പിന്നെ ജോസൂട്ടിച്ചേട്ടനും പറഞ്ഞു തന്നു എന്ന് പറയണം. അങ്ങനെ കുറച്ചൊക്കെ അറിയാം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ജോസൂട്ടി കടയിൽ നിന്ന് ഇറങ്ങി കാറിൽ വന്ന് കയറുകയാണ്. അപ്പോൾ ശരിയായോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏറെക്കുറെ ശരിയായിട്ടുണ്ട് എന്ന് പറയാണ്. എന്നാൽ ഫോൺ ഇങ്ങോട്ട് തന്നേന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ ആൻറ്റി ഇത് പിടിച്ചോ ഫോൺ എന്ന് പറഞ്ഞിട്ട് ഗ്രേസമ്മയ്ക്ക് കൊടുക്കുകയാണ്. അതെ ആൻറ്റിയുടെ കയ്യിലിരുന്നോട്ടെ, ആൻറ്റി അല്ലേ ഇതിൻ്റെ ഓണർ, ആൻറ്റിയുടെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ നീ മേടിച്ചോ എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് കെറിവിച്ചിരിക്കുകയാണ് രേവതിക്കുട്ടി കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, അവൾ നിന്നോട് പിണങ്ങി എന്ന് പറയുമ്പോൾ പിണങ്ങിക്കോട്ടെ, അത് ആൻറ്റിയുടെ മോൻ്റെ ഫോണല്ലേ, അതിലൊരുപാട് സീക്രട്ട് ഉണ്ടാവും, അതൊന്നും അന്യരറിയണ്ട എന്ന് പറയുമ്പോൾ ഞാൻ അന്യൊന്നല്ല, എനിക്ക് ആൻറ്റി ഉണ്ട് അങ്കിളും ഉണ്ട് എന്ന് പറഞ്ഞ് കെറിവിച്ചിരിക്കുകയാണ് രേവതിക്കുട്ടി. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ.